ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ഭരിക്കാൻ കഴിവില്ലാത്ത പ്രസിഡന്റ് പടിയിറങ്ങണം. പാഞ്ഞാളിലെ പിൻവാതിൽ നിയമന നീക്കത്തിനെതിരെ BJP രംഗത്ത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ അനാവശ്യ പോസ്റ്റുകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെ അജണ്ടകളും കുത്തിത്തിരികെ മുൻ പഞ്ചായത്ത് മെമ്പറെ വെക്കാനാണ് ശ്രമമെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന് ഭരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് റിസോഴ്സ് പേഴ്സണെ നിയമിക്കുന്നതെന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആദ്യമാണെന്നും BJP ആരോപിച്ചു. ഭരിക്കാൻ കഴിവില്ലാത്ത പ്രസിഡന്റാണെങ്കിൽ മാറി നിൽക്കണമെന്നും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത് അനധികൃത നിയമനമാണെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. നാളത്തെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അജണ്ടയ്ക്ക് ശക്തമായ എതിർപ്പ് അറിയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിയാനായിട്ട് കഴിഞ്ഞത്. മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത ചില പദവികൾ നമ്മുടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ പോകുന്നു. അല്ലെങ്കിൽ അതും ഈ റോഡ് വിഷയം പോലെ തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അജണ്ടയിൽ കുത്തിത്തിരികെ കയറ്റി അത് നാളെ നടക്കാൻ പോകുന്ന യോഗത്തിൽ പാസ്സാക്കി എടുക്കാനായിട്ട്, അതായത് റിസോഴ്സ് പേഴ്സൺ RP എന്ന് പറയുന്ന നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. RP റിസോഴ്സ് പേഴ്സൺ അതായത് പ്രസിഡന്റിനെ സഹായിക്കാനായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മുൻ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ ഭരണസമിതിയിലും ഒരു പങ്കാളിത്തം ഉണ്ടാവാനും അതിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കാനുമായിട്ടാണ് ഇതുപോലെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ BJP ശക്തമായി എതിർക്കും. ഇതുപോലെ ഒരു ഭരണ സംവിധാനം ഭരിക്കാൻ താല്പര്യമില്ലാത്ത കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ അവർ മാറി നിൽക്കട്ടെ. അതുപോലെ ഇതുപോലെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി പഞ്ചായത്തിനെ ഇതിനു മുമ്പ് നടന്ന പോലെ തന്നെ വൻ അഴിമതിയിലേക്ക് ഉള്ള ഒരു ചുവടുവെപ്പാണ് പുതിയ ഭരണസമിതിയുടെയും എന്നാണ് BJP മനസ്സിലാക്കുന്നത്. ഇതിനു മുൻ ഭരണസമിതിയാണെങ്കിലും അഴിമതിയിൽ എങ്ങും കുളിച്ചു നിൽക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു. ഇതും അതിൻ്റെ ചുവടുവെപ്പാണെങ്കിൽ BJP ശക്തമായ സമരപരിപാടികളിൽ കൂടെ ഈ ഒരു പോസ്റ്റിനെ BJP എതിർക്കും. നാളെ വരുന്ന നടക്കാൻ പോകുന്ന യോഗത്തിൽ ഈ അജണ്ടയിൽ BJP ശക്തമായി എതിർക്കും. BJP അത് അനുകൂലിക്കുന്ന പ്രശ്നം. CCV ന്യൂസ്, പാഞ്ഞാൾ.